പ്രളയം കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തതിനെ തുടർന്ന് ഇരുട്ടിൽ കഴിയുകയാണ് ഇപ്പോഴും ഡുമരിയ എന്ന ഗ്രാമം. ബീഹാർ സുപോൾ ജില്ലയിലെ ഗ്രാമത്തെ പ്രതിസന്ധിയിലാക്കിയത് കോസി നദി കര കവിഞ്ഞ് ഒഴുകിയതാണ്. മറുകരയിൽ പോയി 10 രൂപ നൽകിയാണ് ഇവിടെയുള്ള ആളുകൾ മൊബൈൽ ഫോൺ ചാർജിലിടുന്നത് പോലും. सरकार की कह सकल के फ्री भए गेले हैं फ्री भए गेले मैसेज गिरते छै मोबाइल में त मैसेज गिरते छै त धिया पुता के हमरा के पढ़ाबै लिखेबै आ की एस्टीमा पे जे पार है छै सरकारी लाग के गेल के आ जब सरकारी लाग गेल त टका के ले छै लोग सा. മൈഥിലി ഭാഷയിൽ ഭൂൽകുമാരി പൊട്ടിത്തെറിക്കുന്നത് ബീഹാർ സംസ്ഥാന സർക്കാരിനോടാണ്. വൈദ്യുതി ബിൽ പൂജ്യത്തിലാക്കിയെന്ന സന്ദേശം ഫോണിലെത്തിയതാണ് ഇവരെ ദേഷ്യം പിടിപ്പിച്ചത്. ഭൂൽകുമാരിയുടെയും അയൽക്കാരുടെയും വീടുകളിൽ നിന്നും വെളിച്ചം വിട പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പ്രളയജലം തിരിച്ചിറങ്ങിയിട്ടും മുറിച്ച വൈദ്യുത ലൈനുകൾ പുനഃസ്ഥാപിച്ചില്ല. മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്യാൻ കടത്തിറങ്ങി അടുത്ത കരയിലേക്ക് പോകണം. चार्ज करने के लिए यहाँ से चौक पे 2 किलोमीटर जाना पड़ता है. 10 रुपया लेता है. 10 रुपया तो चार्ज करने का लेता है. 9 पे जो अभी टप के आए हैं इधर से उधर उस साइड जाने में 10 रुपया ये भी लेता है. 10 रुपया इधर से जाने का, 10 रुपया उधर से आने का. 20 रुपया, 10 रुपया, 30 रुपया जो है मोबाइल चार्ज करने के लिए जाना पड़ता है. വീണ്ടും ജയിപ്പിച്ചാൽ മാത്രം വൈദ്യുതി പുനഃസ്ഥാപിക്കൽ എന്ന ഭീഷണി വൈദ്യുതി മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി പ്രാദേശികവാസികൾ ഓർത്തെടുത്തു. लाइट जाएगा आपकी अभी जो है जो भी विजेंदर है यहाँ का बिजली मंत्री वो बोल रहा है साहब की बार हमको जिताइए उसके बाद जो है लाइट जाएगा. इससे पहले कुछ जगह बयानबाजी किया था हमको वोट नहीं देगा तो तार अपना नोच लीजिए, लाइन कटवा लीजिए. तो पूरा जो है दादागिरी टाइप से कर रहा है. സ്മാർട്ട് മീറ്ററും ഇലക്ട്രിക് പോസ്റ്റുകളും ഡുമരിയയിൽ നോക്കുകുത്തികൾ മാത്രം. ബീഹാറിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസുമോദ്, മീഡിയ 1.